നമുക്ക് ഈ ബില്ലിനെ കുറിച്ച് നോക്കിയാൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് 10 വർഷം തടവും 10 കോടി രൂപ പിഴയും ഉൾപ്പെടെയുള്ള കടുത്ത വ്യവസ്ഥകളാണ് ഈ ബില്ലിന്മേലുള്ളത്. വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ചോദ്യപേപ്പർ മാഫിയകളെ ഉന്മൂലനം ചെയ്യുകയാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത്. കൂടാതെ ഇത്തരം കേസുകളിൽ അതിവേഗ നീതി ഉറപ്പാക്കുകയും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. വിചാരണയ്ക്കായി അതിവേഗ കോടതികൾ സ്ഥാപിക്കും. ഇത്തരം കേസുകളിൽ 3 മാസത്തിനുള്ളിൽ വിധി പ്രസ്താവിക്കണമെന്നും ബില്ലിൽ നിർദ്ദേശിക്കുന്നു. ഇത്തരം കേസുകളിൽ വിചാരണ നടപടികൾ വൈകുന്ന പ്രവണതയ്ക്ക് ഇതോടെ അന്ത്യമാകും എന്നതാണ് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത്. ഇതിൽ എത്ര വേണമെങ്കിലും ചർച്ച സാധ്യമാകും എന്നൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനോട് പ്രതിപക്ഷം സഹകരിക്കുന്നില്ല. അവർ മറ്റ് ചില ചോദ്യങ്ങളാണ് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പെല്ലറ്റ് ഉപയോഗിച്ചത് ആരാണ്, ആരുടെ നിർദ്ദേശപ്രകാരമാണ്, അതിന് അമിത്ഷാ മറുപടി പറയണം എന്നൊരാവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ബില്ലിനോട് എതിർപ്പില്ല എന്ന കാര്യവും പ്രതിപക്ഷം സൂചിപ്പിക്കുന്നുണ്ട്. ബില്ലിന്റെ ഉള്ളടക്കത്തോട് എതിർപ്പില്ലെന്നും സഹകരിക്കാൻ തയ്യാറാണ് എന്നുമാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. എന്നാൽ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക വിഷയങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ മറുപടി നൽകണമെന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നതാണ് കാണുന്നത്. അമിത്ഷായുടെ പ്രസ്താവനയില്ലാതെ സർക്കാരുമായി ഇനി ഒരു ചർച്ചയ്ക്കും ഇല്ല എന്നതാണ് പ്രതിപക്ഷം വ്യക്തമാക്കിയിരിക്കുന്നത്. സഭയിൽ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ രൂപപ്പെട്ടത് ആ നിലയിലാണ്. ഇതുവരെ സഭയിൽ നടന്ന സംഭവങ്ങൾ നമ്മൾ ഒന്ന് നോക്കിയാൽ ഈ ബിൽ അവതരിപ്പിക്കുന്നു. ജിതേന്ദ്ര സിംഗ് ആണ് ബിൽ അവതരിപ്പിച്ചത്. 2024 ബിൽ ആദ്യമായി സർക്കാർ കൊണ്ടുവന്നത്. രാവിലെ ചേർന്ന പാർലമെന്റ് നേരത്തെ 12 മണിവരെ പിന്നീട് നിർത്തിവെക്കുന്നു പ്രതിപക്ഷത്തിന്റെ ബഹളത്തെ തുടർന്ന്. 12 മണിക്ക് ശേഷം വീണ്ടും സഭ ചേർന്നപ്പോഴും പ്രതിപക്ഷ ബഹളം തുടർന്നു. രാവിലെ ബഹളത്തിനിടെ സഭയിൽ മര്യാദ പാലിക്കണമെന്നും ഓരോ എംപിമാർക്കും അതിന് ഉത്തരവാദിത്തമുണ്ടെന്നും സ്പീക്കർ പറഞ്ഞിരുന്നു. പാർലമെന്റിലെത്തിയ ധർമ്മേന്ദ്ര പ്രധാനെ ഷോൾ അണിയിച്ച് ഭരണപക്ഷം സ്വീകരിച്ചു. ഇതിനെ എതിർത്ത് പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ചു വരുന്നതും നമ്മൾ കണ്ടു. ഭരണ പ്രതിപക്ഷ എംപിമാർക്കിടയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇതോടെ നിലയുറപ്പിച്ചു. പാർലമെന്റ് മാർച്ചിനിടെ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് പിന്നീട് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്നതുമാണ് നമ്മൾ കണ്ടത്. സ്പീക്കർ ഓം ബിർള നിരവധി തവണ വിലക്കിയിട്ടും കെ.സി. വേണുഗോപാൽ എംപിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുകയായിരുന്നു. സഭയിൽ പ്രതിപക്ഷ ബഹളത്തെ സ്പീക്കർ ശക്തമായി വിമർശിച്ചു. സഭയിൽ മര്യാദ പാലിക്കണമെന്നും ഓരോ എംപിമാർക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എന്നുമൊക്കെ സ്പീക്കർ ആവർത്തിച്ചു പറയുന്നത് സഭയിൽ കേൾക്കാമായിരുന്നു. माननीय सदस्यगण, लोक परीक्षा अनुचित साधन निवारण संशोधन विधेयक 2026 पर संशोधन प्रस्तुत करने के लिए मैं 1 बजे तक का समय देता हूं। माननीय सदस्यगण, ये महत्वपूर्ण विधेयक है और इस विधेयक से जो सदन की मंशा है, देश की मंशा है, उस पर व्यापक चर्चा होगी। सभी दल के लोग इस विषय पर बहुत दिनों से मांग कर रहे थे और ये एक सुधार का प्रथम कदम है। मैं सोचता हूं कि सदन पर इस पर चर्चा हो, सब अपने मत विचार व्यक्त करें ताकि मत और विचार से हम किस तरीके से इस विधेयक के माध्यम से देश के अंदर परीक्षा पर लीक को रोकने का एक समुचित कदम उठा सकते हैं। इसलिए मेरा आप लोगों से आग्रह है, मैं आपको पर्याप्त समय दूंगा इस विषय पर। सदन की जितनी सहमति होगी उतना समय मैं आपको इस विधेयक पर चर्चा करने के लिए दूंगा। मेरा आपसे आग्रह है, ये महत्वपूर्ण विधेयक पर आप सदन का सहयोग करें और इस पर चर्चा करें। ചർച്ച നടത്താൻ സന്നദ്ധമാണ് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു സ്പീക്കർ. പക്ഷേ പ്രതിപക്ഷം വഴങ്ങാത്ത ഒരു സാഹചര്യമാണ് നമ്മൾ അവിടെ കാണുന്നത്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള 2024 നിയമത്തിൽ ഭേദഗതി വരുത്തിയാണ് ബിൽ അവതരിപ്പിച്ചത്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ പരിഗണിക്കുന്നതിനായി അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥ നിയമത്തിൽ ഉൾപ്പെടുത്തും എന്നതാണ് വിവരം. കേസുകൾ 3 മാസത്തിനകം തീർപ്പാക്കി ശിക്ഷ പ്രഖ്യാപിക്കുന്ന വിധത്തിലായിരിക്കും അതിവേഗ കോടതികളുടെ പ്രവർത്തനം. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്കുള്ള
തരത്തിലുള്ള തടവ് ശിക്ഷയും പിഴയും വർദ്ധിപ്പിക്കാനും ഭേദഗതിയിൽ വ്യവസ്ഥയുണ്ടാകും എന്ന സൂചനകൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. അത്തരത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്ക് പരമാവധി 10 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയും ലഭിക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണമാണ് ലക്ഷ്യമിടുന്നത്. അതിനുള്ള ബില്ലാണ് അവതരിപ്പിച്ചത്. പക്ഷേ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇന്ന് ചർച്ച സാധ്യമായില്ല. ഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തിയ വിപ്ലവകരമായ സമര വിജയത്തിന്റെ അവകാശവാദം അതിന്റെ തുടർച്ച എങ്ങനെ വേണം എന്ന കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഞങ്ങൾ വിജയത്തിന്റെ അവകാശവാദം ഉന്നയിക്കാൻ ഇല്ല എന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. സമരവിജയത്തിന്റെ പൂർണ്ണ ക്രെഡിറ്റും പോരാടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ളതാണ് എന്നും KC വേണുഗോപാൽ വ്യക്തമാക്കിയിരുന്നു. അതേസമയം തന്നെ ഈ സമരം തുടങ്ങിവെച്ചത് കോൺഗ്രസ് ആണ്. അതിന്റെ തുടർച്ച കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നതും അദ്ദേഹം സൂചിപ്പിച്ചു. ആദ്യഘട്ടം മുതൽ കോൺഗ്രസ് പരസ്യമായി ഈ വിഷയത്തിൽ രംഗത്തിറങ്ങിയിരുന്നെങ്കിൽ കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കാൻ കോൺഗ്രസ് നടത്തുന്ന നീക്കമെന്ന് ഈ CJP സമരത്തിന് പിന്തുണ കൊടുത്താൽ പറയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ എന്താണോ അതിനെ ന്യായീകരിക്കുന്ന സമീപനമാണ് KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം സ്വീകരിച്ചിരുന്നത്. അപ്പോൾ അതിന്റെ ഒരു തുടർച്ച ഉണ്ടാകുന്നതിന് എങ്ങനെ പോകണം എന്ന കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ വ്യക്തമായ ധാരണയുണ്ട് എന്ന് മനസ്സിലാകുന്നു. അത് ഇനി ഈ സമരം പ്രതിഷേധം എന്നത് അത് അമിത്ഷായെ ലക്ഷ്യമിട്ടുകൊണ്ടാകണം എന്ന നിലയിലാണ് ഇപ്പോൾ കോൺഗ്രസ് കാര്യങ്ങൾ പദ്ധതിയിടുന്നത്. അതായത് വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന അതിക്രമം അതിന് ഉത്തരവിട്ടത് ആരാണ്, പെല്ലറ്റ് ആക്രമണം ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു, ആരാണ് അത് അങ്ങനെ അതിനെ അക്കൗണ്ടബിൾ ആക്കാനുള്ള ശ്രമം ആണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു തരത്തിൽ ഈ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന നടപടികളുടെ തുടർച്ചയാണ് എന്നതാണ് മനസ്സിലാകുന്നത്. ഈ സാഹചര്യത്തിലാണ് അമിത്ഷായെ ലക്ഷ്യമിട്ട് പ്രതിപക്ഷം നീങ്ങുന്നത്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ അമിത്ഷായ്ക്ക് രാഹുൽ ഗാന്ധി കത്തയച്ചിരുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ കിരാതമായി തല്ലിച്ചതയ്ക്കാൻ ഉത്തരവിട്ടത് ആരെന്ന ചോദ്യമുയർത്തിയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആ കത്ത് അമിത്ഷായ്ക്ക് അയച്ചത്. പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ അനുമതി നൽകിയത് ആരാണെന്നും യൂണിഫോം ഇല്ലാതെ വിദ്യാർത്ഥികളെ മർദ്ദിച്ചത് ആരാണെന്നും ഉത്തരവാദിത്തം ആരേൽക്കുമെന്നും രാഹുൽ ഗാന്ധി എഴുതിയ ഈ കത്തിൽ അമിത്ഷായോട് ചോദിച്ചിരുന്നു. അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ സഭയ്ക്കുള്ളിലും പ്രതിപക്ഷം അതേ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഉന്നയിക്കുന്നത്. അതായത് ഇതിനെല്ലാം അമിത്ഷാ മറുപടി നൽകണം. ആ അമിത്ഷായുടെ വിശദീകരണത്തോടുകൂടി മാത്രമേ ഈ ബില്ലിനെ അനുകൂലിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിന്റെ ചർച്ചകളിലേക്ക് പ്രതിപക്ഷം എത്തുകയുള്ളൂ എന്നതാണ് പ്രതിപക്ഷം എടുത്തിരിക്കുന്ന നിലപാട്. അതേസമയം പ്രതിപക്ഷത്തെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങൾ ഉണ്ട് എന്ന് കരുതിയെങ്കിലും ഇന്നിപ്പോൾ 5 മണിക്ക് സഭ ചേർന്നപ്പോൾ ആ നീക്കങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിട്ടില്ല. സഭ നിർത്തിവെക്കുകയാണ് ചെയ്തത്. നാളെ NDAയുടെ യോഗം ചേരുന്നുണ്ട്. അത് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടാണ് തുടർന്ന് സ്വീകരിക്കേണ്ടത് എന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാനും തീരുമാനമെടുക്കാനും വേണ്ടിയാണ് നാളെ സഭ ചേരുന്നതിന് മുന്നോടിയായി 9:30 NDAയുടെ യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ യോഗത്തിലായിരിക്കും എന്താണ് തുടർ നടപടികൾ വേണ്ടത് എന്ന കാര്യത്തിൽ പ്രധാനമായും തീരുമാനമെടുക്കുക. ഒപ്പം ഘടകകക്ഷികളെ ഒപ്പം നിർത്തുന്നതിനും അവരുടെ അഭിപ്രായം തേടുന്നതിനുമുള്ള നീക്കം ഉണ്ടാകും എന്നതുകൂടി മനസ്സിലാക്കുന്നു. അപ്പോൾ ആ യോഗം വളരെ നിർണായകമാണ്. കേന്ദ്ര സർക്കാർ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യത്തിലുള്ള നിർണായക തീരുമാനങ്ങൾ നാളത്തെ യോഗത്തിൽ ഉണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നാളെ സഭ തുടങ്ങുമ്പോൾ ഈ വിഷയത്തിൽ കേന്ദ്രം നിലപാട് സ്വീകരിക്കുക. അതേസമയം തന്നെ കോൺഗ്രസ് ഈ വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികളെയും ഒപ്പം നിർത്താൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ചില അപ്രതീക്ഷിതമായിട്ടുള്ള സമര പരിപാടികളിലേക്കൊക്കെ പോയത് ഘടകകക്ഷികൾക്കുള്ളിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതൊക്കെ വലിയ വിജയകരമായ ഇടപെടൽ ആയിരുന്നു എന്നതാണ് പ്രതിപക്ഷവും കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ അമിത്ഷായുടെ ഈ പ്രസ്താവന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് പ്രതിപക്ഷവും ലക്ഷ്യമിടുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഇനി നാളെയാണ് വളരെ നിർണായകമാവുക. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അവഗണിച്ചുകൊണ്ട് കേന്ദ്രം മുന്നോട്ട് പോവുകയാണോ അതോ പ്രതിപക്ഷം നിലപാട്? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.